നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട സഭാ ശുശ്രൂഷകൻ VBS ഡയറക്ടർ, സഭാജനങ്ങളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എനിക്ക് ഇങ്ങനൊരു അവസരം തന്ന ദൈവത്തിന് ഞാൻ ആദ്യമായി നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം അച്ഛനോടും കമ്മിറ്റി അംഗങ്ങളോടും എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കും. ഈ വർഷത്തെ VBSന്റെ ചിന്താവിഷയം എഴുന്നേറ്റ് പ്രകാശിക്കാം എന്നതാണ്. Arise and shine. ഈ ചിന്ത എടുത്തിരിക്കുന്നത് യെശയ്യാവ് 60-1 നിന്ന്. എഴുന്നേൽക്കുക, പ്രകാശിക്കുക. ആദ്യമായി എഴുന്നേൽക്കുക എന്നതിനെ കുറിച്ച് ചിന്തിക്കാം. ശാരീരികവും ആത്മീകവുമായ ഉണർവിനെയാണ് എഴുന്നേൽക്കുക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ നിരാശയിൽ നിന്നും തള്ളപ്പെട്ട അവസ്ഥയിൽ നിന്നുമുള്ള ഒരു ഉണർവാണ് എഴുന്നേൽക്കുക എന്ന പദം കൊണ്ട് യെശയ്യാ പ്രവാചകൻ ഇവിടെ അർത്ഥമാക്കുന്നത്. രണ്ടാമതായി പ്രകാശം എന്ന പദം ഓർ എന്ന എബ്രായ പദവും ഫോസ് എന്ന ഗ്രീക്ക് പദവുമാണ് ബൈബിളിൽ പ്രകാശം എന്ന അർത്ഥത്തിന് ഉപയോഗിക്കുന്നത്. പ്രകാശം സൃഷ്ടിക്ക് വേണ്ടിയുള്ള ദൈവദാനങ്ങളുടെ ആദ്യത്തുകയാണ് എന്ന് സങ്കീർത്തനം 56-13 സങ്കീർത്തനം 118-27 പറയുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന തീമിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ചുരുക്കമായി പറയട്ടെ. ഒന്നാമതായി പ്രതീക്ഷയും പുനഃസ്ഥാപനവും. ബാബിലോൺ പ്രവാസത്തിലായിരിക്കുന്നു ഇസ്രായേൽ ജനത്തിന് ഈ വാക്കുകൾ പ്രത്യാശയുടെ ദൂതാണ്. നിരാശയുടെ അനുഭവത്തിൽ നിന്നും അന്ധകാരത്തിന്റെ അവസ്ഥയിൽ നിന്നും ദൈവം അവരെ വിടുവിച്ച് അനുഗ്രഹത്തിന്റെ ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. രണ്ടാമതായി പ്രവർത്തിക്കാനുള്ള വിളി, എ കോൾ ഫോർ ആക്ട്. എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന ആഹ്വാനം അടിപിടിച്ചിരിക്കാതെ പ്രവർത്തിക്കാനായി നമ്മെ വിളിക്കുന്നു. ഇരുട്ടിന്റെ അനുഭവത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് താഴ്വയ്ക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. ലോകത്തിൽ യേശുവിന്റെ മുഖം പ്രതിഫലിപ്പിക്കാൻ, സുവിശേഷം പങ്കുവയ്ക്കാൻ, പ്രകാശമയക്കുവാനും നമുക്ക് ഒരുങ്ങാം. ഞാൻ എന്റെ ചിന്തകളെ ചുരുക്കട്ടെ. എഴുന്നേറ്റ് പ്രകാശിക്കുക എന്നാൽ എല്ലാ വിശ്വാസികൾക്കുമുള്ള ഒരു വിളിയാണ്. ജീവിതത്തിലെ വെല്ലുവിളികളുടെ മധ്യേ എഴുന്നേറ്റ് നിൽക്കാനും പ്രകാശിക്കാനുമുള്ള വിളി. ഇത് പ്രതീക്ഷയുടെ ഒരു വിളിയാണ്, പുനഃസ്ഥാപനത്തിന്റെ ഒരു വിളിയാണ്, ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനുള്ള വിളിയാണ്. എപ്പോഴാണ് ക്രിസ്തു നമ്മിൽ പ്രകാശിക്കുന്നത്? അപ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർക്ക് പ്രതീക്ഷയുടെയും ദൈവിക വാഗ്ദാനത്തിന്റെയും വിളക്കുമാടങ്ങളായി മാറും. അവസാനത്തെ ഒരു വാചകം കൂടി, വെളിച്ചം പിന്നിലുള്ളപ്പോൾ നിഴൽ മുന്നിലാകും. വെളിച്ചം മുന്നിലുള്ളപ്പോൾ നിഴൽ പിന്നിലാകും. വെളിച്ചം നിന്നിലുള്ളപ്പോൾ നീ നിഴലുമല്ല, വെളിച്ചമേ ഉള്ളൂ. ആമേൻ.